ഇന്ന് ഭരണഘടനാ ദിനം. ഒരു വർഷം നീണ്ട ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് രാജ്യം. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭരണഘടനാ ദിനത്തിൽ പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നതോടെ ഒരു വർഷത്തെ ആഘോഷങ്ങൾ ആരംഭിക്കും. ഭരണഘടനയുടെ ആമുഖം രാഷ്ട്രപതി സെൻട്രൽ ഹാളിൽ അംഗങ്ങൾക്കായിട്ട് വായിക്കും. സംസ്കൃതത്തിലും മറാഠിയിലുമുള്ള ഭരണഘടനയുടെ പുതിയ പതിപ്പുകൾ രാഷ്ട്രപതി പ്രകാശനം ചെയ്യും. രാജ്യത്തെ സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ഇന്ന് ഭരണഘടനയുടെ ആമുഖം വായിക്കും. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലെ ആഘോഷങ്ങൾക്ക് രാഷ്ട്രപതിക്ക് പുറമെ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, മറ്റ് മുതിർന്ന അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകും. ഭരണഘടനയെപ്പറ്റിയുള്ള ലഘു ചലച്ചിത്ര പ്രദർശനം, 75-ാം വർഷത്തിന്റെ സ്റ്റാമ്പ്, നാണയ പ്രകാശനം, ഭരണഘടനയുടെ നിർമ്മാണം സംബന്ധിച്ച പുസ്തക പ്രകാശനം എന്നിവയും നടക്കും. constitution75.com എന്ന വെബ്സൈറ്റ് വഴി ഭരണഘടനയുടെ പൈതൃകവും സവിശേഷതകളും ജനങ്ങളിൽ എത്തിക്കും. ഭരണഘടനയുടെ ആമുഖവായന വീഡിയോ റെക്കോർഡ് ചെയ്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനാകും. എല്ലാ ഭാഷയിലുമുള്ള ഭരണഘടനാ പതിപ്പുകൾ വെബ്സൈറ്റിലുണ്ട്. നമ്മുടെ ഭരണഘടന, നമ്മുടെ അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് രാജ്യമെങ്ങും പരിപാടികൾ. 1949 നവംബർ 26-നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന സ്വീകരിച്ചത്. ചരിത്രത്തിലാദ്യമായി ജമ്മു കാശ്മീരിലും ഭരണഘടനാ ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. സംവിധാൻ ദിവസ് ആഘോഷങ്ങൾക്ക് ജമ്മു കാശ്മീർ സർക്കാർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇത് ആദ്യമായിട്ടാണ് കാശ്മീരിൽ ഭരണഘടനാ ദിവസത്തിന്റെ ആഘോഷം നടത്തുന്നത്. ശ്രീനഗറിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നേതൃത്വം നൽകും. ജമ്മു സർക്കാരിലെ മന്ത്രിമാർ ഭരണഘടനാ ആഘോഷ പരിപാടിയിൽ ഭരണഘടനാ ആമുഖം വായിക്കും. അതേസമയം ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി സൗദി അറേബ്യയിലേക്ക് പോയതിനാൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കില്ല. രാജ്യ തലസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്നത്. പഴയ പാർലമെന്റ് മന്ദിരമായ സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ നടത്തുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പങ്കെടുക്കും. നിയമദിനം എന്ന പേരിൽ ആഘോഷിച്ചിരുന്ന ഈ ദിവസം 2015-ലാണ് ഭരണഘടനാ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഡോക്ടർ BR അംബേദ്കറുടെ 133-ാം ജന്മദിനം കൂടിയാണ് ഇന്ന്. ഭരണഘടനാ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച അംബേദ്കറോടുള്ള ആദര സൂചകമായിട്ടാണ് ഇന്നേ ദിനം ഭരണഘടനാ ദിനമായി രാജ്യം ആഘോഷിക്കുന്നത്. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ 75-ാം ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നിയമസഭയിലേക്ക് യുവജന പദയാത്ര നടത്തുന്നു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം, സംസ്ഥാന കായിക യുവജനകാര്യ വകുപ്പ്, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത്. രാവിലെ 8 മണിക്ക് കവടിയാറിലെ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന മേര യുവ ഭാരത് വോളണ്ടിയർമാരുടെ പദയാത്ര പാളയം സെൻട്രൽ ലൈബ്രറി, രക്തസാക്ഷി മണ്ഡപം എന്നിവ സന്ദർശിച്ച് നിയമസഭാ കവാടത്തിലെത്തും. രാവിലെ 10-ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഭരണഘടനാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഭരണഘടനയുടെ ആമുഖം അദ്ദേഹം വായിക്കുകയും സദസ്സ് ഏറ്റുചൊല്ലുകയും ചെയ്യും. VK പ്രശാന്ത് MLA ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം മതേതരത്വം, സോഷ്യലിസം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീംകോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് PV സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരം ആമുഖത്തിന് ബാധകമാണ് എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. മതേതരത്വം, സോഷ്യലിസം എന്നീ വാക്കുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ സാഹചര്യത്തിലാണ് വിലയിരുത്തേണ്ടത്. സോഷ്യലിസം എന്നതുകൊണ്ട് ക്ഷേമരാഷ്ട്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മതേതരത്വം എന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് SR ബോംബെ കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 1976-ൽ നടന്ന ഭേദഗതിയിൽ ഇത്ര വർഷം കഴിഞ്ഞ് ഇപ്പോൾ പ്രശ്നമുന്നയിക്കുന്നത് എന്തിനാണ് എന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വം, സോഷ്യലിസം എന്നീ വാക്കുകൾ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ട് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെ ഉള്ളവരാണ് ഹർജി നൽകിയത്. 1976-ൽ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി ഇന്ദിരാഗാന്ധി സർക്കാർ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ചേർത്തതിനെയാണ് ഹർജിക്കാർ ചോദ്യം ചെയ്തത്. സോഷ്യലിസം ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത് വ്യക്തി സ്വാതന്ത്ര്യം കുറയ്ക്കലാകും എന്ന് പറഞ്ഞ് ഡോക്ടർ BR അംബേദ്കർ എതിർത്തിരുന്നു എന്ന് അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജെയിൻ വാദിച്ചു. ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്താൻ പാടില്ലെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സോഷ്യലിസം, മതേതരത്വം തുടങ്ങിയ വാക്കുകൾ ഭരണഘടനയിൽ ചേർക്കുന്നതിനോട് തനിക്ക് എതിർപ്പില്ല എന്നും ആമുഖത്തിൽ ഉൾപ്പെടുത്തിയതിനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നും മറ്റൊരു ഹർജിക്കാരനായ BJP നേതാവ് അഡ്വക്കേറ്റ് അശ്വിനി കുമാർ ഉപാധ്യായ പറഞ്ഞു. മതേതരത്വം എക്കാലത്തും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് കേസ് പരിഗണിച്ച വേളയിൽ സുപ്രീം കോടതി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.